ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മക്കളെ കുറിച്ചിട്ടാണ്. എൻ്റെ ലൈഫിൽ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവരെ ഫസ്റ്റ് ടൈം ഞാൻ കണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ മക്കളിപ്പോൾ നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു വർഷമാണ്, അവർക്കൊരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെലിവറി കഴിഞ്ഞൊരു സമയത്ത് എൻ്റെ അടുത്ത് എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ട്രിപ്ലെറ്റ്സ് ആണ് എന്നുള്ളത് ഫസ്റ്റേ അറിഞ്ഞിരുന്നോ എന്നുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റേ അറിഞ്ഞിട്ടുണ്ട് ട്രിപ്ലെറ്റ്സ് ആണ് എന്നുള്ളതും, അതുപോലെ നമ്മുടെ ഡെലിവറിയിൽ കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മന്തിലേ നമ്മൾ അറിഞ്ഞിട്ടാട്ടോ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവംബർ 2-ലാണ് അവരെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്, 2023 നവംബർ 2. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അതുപോലെ എനിക്കും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ അത്രയും ദിവസം നമ്മളിങ്ങനെ കൊണ്ട് നടന്ന് നമുക്ക് കാണാമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിൽ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അത് വേറൊരു കാര്യം. നമ്മളടുത്ത് ഡോക്ടർ പെട്ടെന്ന് ഡെലിവറി വേണമെന്ന് പറഞ്ഞു, 34 ആഴ്ചയെങ്കിലും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് 32 ആഴ്ചയും 5 ദിവസമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് പെട്ടെന്ന് ഡെലിവറി എന്ന് കേട്ടപ്പം മൈൻഡിൽ എന്താ വന്നു വെച്ചാൽ ആകെ ടെൻഷനായിരുന്നു, മൊത്തത്തിൽ ടെൻഷനായി. അപ്പോൾ എന്തൊക്കെയാണ് മൈൻഡിൽ വന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമുക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയി. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് BP നല്ലപോലെ കൂടി. ഡെലിവറി പറഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. അത്രയും ദിവസം ഭയങ്കര ധൈര്യമായിരുന്നു, എന്ത് വേണമെങ്കിലും എന്തായിക്കോട്ടെ, എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ ആ ഒരു ടൈം എത്തിയപ്പോൾ ആകെ ടെൻഷനായി. പിന്നെ ഈ PV അത് ഇതെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും പ്രഷർ നല്ലപോലെ കൂടാൻ തുടങ്ങി. പിന്നെ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പിന്നെ പറയും വേണ്ട. അങ്ങനെ പിന്നെ നമ്മൾ ഡെലിവറിക്ക് കൊണ്ടുപോയി. ആ ഒരു സമയം ഡെലിവറീൻ്റെ ആ ഒരു ടൈം പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളതാട്ടോ. പക്ഷെ അതുവരെ ആ ഒരു ടൈം വരെ നമുക്ക് പുലർച്ചെ ഒരു 4:15 ആ ടൈം വരെ എന്ന് പറഞ്ഞാൽ അത് അതിക്ക് എത്തിപ്പെടാൻ നല്ലപോലെ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആ ഡെലിവറീൻ്റെ ഒരു ടൈം പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. അപ്പോൾ നമ്മുടെ അത്രയും ദിവസം നമ്മളെ നോക്കിയൊരു ഡോക്ടറോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അല്ല നമ്മുടെ കൂടെ അപ്പം ഉണ്ടായിരുന്നത്. അത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുമോ, പിന്നെ എൻ്റെ അപ്പത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവർക്ക് അറിയുമോ, അങ്ങനെ അവർക്ക് അറിയായിരിക്കും. പക്ഷേ എനിക്ക് അത് ഭയങ്കര ടെൻഷനായിരുന്നു, അവർക്ക് അറിയുമോ അങ്ങനെ ഒരു പേടി നല്ലപോലെ. അതുകൊണ്ടാണ് BP അത്രയും ഹൈ ആയി പോയത്. പിന്നെ ഞാൻ കടന്നിടത്തുനിന്ന് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ട്രോളിയിൽ ഉന്തി കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഉള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അറിയുമോ, അപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഡോക്ടറായിക്കോട്ടെ സിസ്റ്റർ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. നമ്മൾ ഒരു 2 മണി മുതൽ 4-4:15 വരെ ഓരോ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ട്, എവിടെയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായി. അതാണ് അത്രയും പ്രഷർ കൂടാനുള്ള കാരണം കേട്ടോ. അങ്ങനെ പിന്നെ ഡെലിവറി എന്ന് പറയണത്, അപ്പം ചെറിയ ചെറിയ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമോ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാനായിട്ട്, ആ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത് അപ്പോഴത്തെ ഒരു പേടി കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവുക. പിന്നെ കുഴപ്പമില്ല, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അപ്പം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. ആ ഡെലിവറിൻ്റെ ആ ഒരു ടൈം കേട്ടോ ഞാൻ പറയണത്, അത് വരെയുള്ള ഒരു കാര്യമല്ല. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നവർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ഒരു കുഴപ്പം ഉണ്ടായില്ല. ഡെലിവറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മക്കൾ എങ്ങനെ പുറത്ത് വരും, ഇവരിങ്ങനെ എങ്ങനെ എടുക്കും, എത്രത്തോളം അവരെടുക്കാനുള്ള എത്രത്തോളം റിസ്ക് ഉണ്ടാവും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു മനസ്സിൽ മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷേ ഡെലിവറി പെട്ടെന്ന് കഴിഞ്ഞു. 3 പേരെ എടുക്കണത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവരെടുക്കണത് ഓരോരുത്തരെ. അപ്പം ഒരാളെടുക്കുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്, രണ്ടാമത്തെ ആളെടുക്കുമ്പോൾ ആ കുഞ്ഞും കരയുന്നുണ്ട്, മൂന്നാമത്തെ ആളെടുത്തപ്പോഴും കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, 3 ആൾക്കും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതാ ഒരു ടൈമിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പേടി. അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ സമാധാനം. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കളെ എനിക്ക് കാണിച്ചു തന്നില്ല. അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പ്രഷർ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ വെയിറ്റ് തീരെ കുറവായിരുന്നു അതുകൊണ്ടോ, ഞാൻ ടെൻഷൻ്റെ ഇടയിൽ അതുകൂടി കണ്ടിട്ട് ടെൻഷൻ ആവണ്ട എന്നുള്ളത് കൊണ്ടാണോ എനിക്കറിയില്ല. ഡെലിവറി കഴിഞ്ഞ ഒരു പുറത്തെടുത്തോടു കൂടി അവരെ കൊണ്ടുപോയി, അവരെ NICUവിൽ കൊണ്ടുപോയി. ഏട്ടന് കാണിച്ചു കൊടുത്തു എന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. പുറത്ത് ഏട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഏട്ടന് കാണിച്ചു കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ അവരെ NICUവിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതുപോലെ എനിക്ക് ആ സമയത്ത് ഒരുപാട് പ്രഷർ കൂടിയതുകൊണ്ട് പിന്നെ വേറെ ICUവിൽ കൊണ്ടുപോയി. പ്രഷർ കൂടുന്നതിൻ്റെ ഒപ്പം നമുക്ക് പനി, ചുമ, അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു ടൈമായിരുന്നു. അതുകൊണ്ട് 1 വീക്ക് ഞാൻ വേറെ ICUവിലായിരുന്നു, മക്കൾ NICUവിലായിരുന്നു. പിന്നെ അവർക്കുള്ള പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് നമുക്ക് പിഴിഞ്ഞെടുത്ത് കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു ഇതിലാട്ടോ കൊടുത്തിരുന്നത്. ഞാൻ ആ ഒരാഴ്ച എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, എൻ്റെ കൂടെ ICUവിൽ ഉണ്ടായിരുന്നത് അമ്മയാണ്. അപ്പോൾ
ഈ പറഞ്ഞ പോലെ അമ്മ എന്നോട് വന്ന് പറയുന്നുണ്ട്. എനിക്കപ്പം അറിയില്ല എന്ത് കുട്ടികളാണെന്നോ അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന്. ആ ഒരു കരച്ചിൽ കേട്ട പാടെ കുട്ടികളെ കൊണ്ടുപോയതാണ്. പിന്നെ മക്കൾ NICUവിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം അവർ വെയിറ്റ് ഇല്ല എന്നുള്ളത്, വെയിറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ICUവിൽ ആയതുകൊണ്ട് മക്കളെ കാണാൻ പറ്റുന്നില്ല. തീരെ വയ്യാത്തൊരവസ്ഥ പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ അമ്മ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മക്കൾ ആൺകുട്ടികളാണ് എന്നുള്ളത് ഞാൻ അറിയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ കുഴപ്പമൊന്നുമില്ല, അവർ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് കേൾക്കുന്നുണ്ട്. അമ്മയായിക്കോട്ടെ ചെറിയമ്മയൊക്കെ വന്നിങ്ങനെ പറയുന്നുണ്ട് അവർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പാലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും ഞാൻ കുഴപ്പമില്ല എന്നവർ പറഞ്ഞത് കൊണ്ടായിരിക്കും പിന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അവരെന്താ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഓരോന്ന് അവർക്ക് ടെസ്റ്റ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ശരി, അത്ര അങ്ങനെ ഒരു മൈൻഡായി. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തെ ഒരു പ്രഷർ കൂടിയതും അതുപോലെ വേദന സഹിക്കാനേ കഴിയണില്ല. ഒന്നാമത് എന്താ പറയുക, തീരെ വേദന സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് തീരെ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ മക്കളെക്കുറിച്ച് ഞാനപ്പം അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ തീരെ വയ്യാന്ന് പറഞ്ഞാൽ പനിയും ഒക്കെ കൂടി ആയതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാനും ചിന്തിച്ചു എന്താ ഞാൻ മക്കളെക്കുറിച്ച് ചോദിക്കാഞ്ഞത്, ഇവരെന്നോട് പറയുന്നത് കേൾക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ട പാലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടാട്ടോ ഞാനൊന്ന് നടക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. അതുവരെ നമ്മളാകെ വയ്യ. ഒന്നാമത് ചുമയൊക്കെ ആയതുകൊണ്ടായിരിക്കാം പെയിന് നല്ലപോലെ. പിന്നെ ആ ചുമ വെച്ചിട്ട് എനിക്ക് മക്കളുടെ അടുത്തേക്ക് പോകാനും പറ്റില്ല. അവർക്ക് ഇനി അഥവാ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കും നടക്കേണ്ടത്. അപ്പോൾ പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ മക്കളെ കാണാൻ വേണ്ടി, എൻ്റെ കുറേയൊക്കെ കുറഞ്ഞപ്പോഴാട്ടോ മക്കളെ കാണാൻ വേണ്ടി പോയത്. പിന്നെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു KMC കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു മക്കൾക്ക്, അതായത് അമ്മേനെ ചൂട് തട്ടിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ടൈം മക്കളെ കാണാൻ വേണ്ടി പോയി. ആ ഒരവസ്ഥയാണ്, ഒരിക്കലും നമ്മൾ കണ്ണിൽ നിന്ന് മാഞ്ഞു പോവില്ല. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം മക്കൾ അങ്ങനെ ഒരു ബെഡിൽ 3 പേരും കൂടി കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ബെഡാണ്, അപ്പോൾ NICUവിലുള്ള ബെഡുകൾ. അപ്പോൾ അതിൽ 3 പേരും കൂടിയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, അന്നത്തെ ദിവസമായപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മക്കളെ കാണാൻ. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നില്ല സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ കയറി NICUക്ക് പോയി. കുറേ കുട്ടികളുണ്ട് ഇതുപോലെ. നമുക്ക് ഈ 3 കുട്ടികളായിട്ടുള്ളതല്ല, അല്ലാണ്ട് തന്നെ മാസം തികയാണ്ട് ഡെലിവറി ആയിട്ടുള്ള കുറേ കുട്ടികൾ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്കളെ കാണാൻ വേണ്ടി അടുത്തേക്ക് പോയപ്പോൾ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ചെറിയ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഞാൻ നമ്മുടെ കസിൻസിനും കാര്യം കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇത് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഇതല്ലേ എനിക്കുള്ളൂ. അപ്പം ഇത്രയും കുഞ്ഞു മക്കളെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആ ഡെലിവറീൻ്റെ ഒരു ടൈം ആയപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ട്രിപ്ലെറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഏകദേശം കുട്ടികൾ എത്ര വലിപ്പം ഉണ്ടാവും, എത്ര വെയിറ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഇതുപോലെ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള വെയിറ്റും മക്കൾ കാണാനൊക്കെ അത്യാവശ്യം വലിപ്പം, എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പം ഞാനും അതാണ് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികൾ അത്യാവശ്യം നമുക്ക് കാണാനും എടുക്കാനൊക്കെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് പോലും ഇല്ല എന്നുള്ളതാണ്. മക്കൾ മൂക്കിലും വായയിലും ഒക്കെ ട്യൂബ് ഇട്ടിട്ട്, അപ്പോൾ പാല് കുടിച്ചിരുന്നത് ട്യൂബ് കൊണ്ടാണ്, ട്യൂബിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അവരെ ഫസ്റ്റ് ടൈം കാണുന്നത്. നമുക്കത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി, ഒന്നാമത്തെ കുട്ടി ഉണ്ടായിരുന്നത് 1,440, രണ്ടാമത്തെ കുട്ടി 1,320, മൂന്നാമത്തെ ആൾ 1,170. അതായിരുന്നു വെയിറ്റ്, ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചത് ഇത്തിരി കൂടി നമ്മുടെ സ്കാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന വെയിറ്റ് അല്ല അവർക്ക് പുറത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് തീരെ കമ്മിയായി. ഈ 1,170 എന്നുള്ളത് മൂന്നാമത്തെ കുട്ടി വെറും 900 ഗ്രാമിലേക്ക് കുറഞ്ഞു. അപ്പോൾ പിന്നെ അത് നമുക്ക് ഭയങ്കര ടെൻഷനായി. ഇനി എന്ത് ചെയ്യും. പിന്നെ ഈ അമ്മയുടെ പാല് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മാക്സിമം അവർ വലിച്ച് കുടിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അതിനായിട്ടില്ല, നമ്മൾ പിഴിഞ്ഞെടുത്ത് കൊടുക്കണം. അപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ പറഞ്ഞത് അമ്മയുടെ പാല് കൊടുക്കണം, അപ്പോഴാണ് അവർ വെയിറ്റ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് എന്താ പറയുക, ഓരോ ദിവസം മക്കൾ ഇങ്ങനെ വെയിറ്റ് കൂടാൻ തുടങ്ങി. നമ്മൾ അതിന് വെയിറ്റിംഗ് ആണ്. അവർ എത്രത്തോളം കൂടും, ചിലപ്പോൾ 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ കൂടുന്നുള്ളൂ. പക്ഷെ എന്നാലും അവർ കൂടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ മക്കൾക്ക് ഞാൻ ഭയങ്കര സ്കെൽറ്റ് ആയതുകൊണ്ട് 3 മക്കൾ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ടാവുമോ, എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ തിങ്ങി കിടക്കുമായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോടൊക്കെ പറയും, അമ്മ ഇങ്ങനെ അവർക്ക് കയ്യും കാലിനൊക്കെ ബുദ്ധിമുട്ടാവുമോ, പുറത്ത് വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെ കേട്ടോ, ദൈവം എനിക്ക് തന്നതല്ലേ, അപ്പോൾ പിന്നെ ആ ദൈവമായിട്ട് അതിനുള്ളൊരിത് കണ്ടിട്ടുണ്ടാവും, അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്നുള്ളതാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ NICU ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പറയാൻ ഒരുപാട് മക്കൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെപ്പോലെയല്ല 5 മാസത്തിലൊക്കെ ഡെലിവറി ആയിട്ട് വന്ന് കിടക്കണം. അതൊക്കെ ഓരോ കുട്ടികളാണ്, എന്നാൽ പോലും അന്ന് മുതൽ അവിടെ കിടക്കുന്ന കുട്ടികളുണ്ട് അവിടെ. അപ്പം നമ്മുടെ മക്കളും അതുപോലെ കുറേ റിസ്ക് എടുത്തു. ഇത് ഒന്നാമത്തെ ആളുടെ കാര്യമാണ് പറയാനുള്ളത്. അവന് എന്താ പറയുക, അവന് ബ്ലഡിൽ ഇൻഫെക്ഷനായി, അതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവനാണ് ഒരുപാട് ബുദ്ധിമുട്ടിയത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. മറ്റവരെ രണ്ടാളെ വെച്ച് നോക്കും, മറ്റൊരു ബുദ്ധിമുട്ടിയിട്ടില്ല എന്നുള്ളതല്ല, ഈ ഓരോ ഡോക്ടേഴ്സ് അവരെ വന്ന് കാണുമ്പോഴും ടെസ്റ്റ് എഴുതും. അപ്പോൾ അതിന് വന്ന് അവരെ കുത്തി സത്യം പറഞ്ഞാൽ അത് ബ്ലഡ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനുള്ള ആൾക്കാരില്ല, നമുക്കൊരു കയ്യിൽ എടുക്കാനുള്ളത് പോലും ഇല്ല. പക്ഷെ അത്രയും ആ ഒരു വേദന ആ ഒരു സമയത്ത് തന്നെ സഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് നമ്മൾ ഡിസ്ചാർജിൻ്റെ ഒരു ടൈം 1 ആഴ്ച 2 ആഴ്ച മുന്നേ ആണ് മോനിങ്ങനെ ഒന്നാമത്തെ ആൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടെസ്റ്റുകളായി, അവന് നട്ടെല്ലിലൊക്കെ കുത്തി ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളും ആ ഒരു വേദനേനെ അവർ അന്ന് ഒരുപാട് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ അവർ ഒരുപാട് ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് സ്കെൽറ്റ് ആയതുകൊണ്ട് തീരെ വയറിൽ അവർ കിടന്ന് തിരങ്ങി കിടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ മക്കൾ ഇങ്ങനെ വെയിറ്റ് ആവാൻ തുടങ്ങി. നമ്മളെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, ഓരോ റൗണ്ട്സിന് വരുന്നത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഡോക്ടേഴ്സ് എന്ത് പറയും, മക്കളെ നോക്കിയിട്ട് എന്ത് പറയും എന്നുള്ള ടെൻഷൻ. ഇന്നൊന്ന് പറയുമോ, ഇന്നിപ്പോൾ തലേ ദിവസം ചിലപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ, അത് കൂടുതലാണല്ലോ, അങ്ങനെയാണ് അവർ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ടെൻഷനായി, എന്താ അതിങ്ങനെ ഒന്ന് വെയിറ്റ് ചിലപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട് ഓരോ ദിവസം. ഞാൻ പറഞ്ഞില്ലേ 10-20 ഗ്രാമൊക്കെ വെച്ച് കൂടുന്നെങ്കിൽ ചില ദിവസം ഒന്നും കൂടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ 1 ആൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊരു ടെൻഷനായി. അപ്പം അങ്ങനെ കുറേ നമ്മൾ റിസ്കുകൾ 21 ദിവസം കേട്ടോ നമ്മൾ മക്കളെ NICUയിൽ കിടന്നത്. അത് ഞാൻ 2-3 മാസം എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലേ അവർ ഓക്കെ. കാരണം അവരെ കണ്ട കാഴ്ച അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവർ കിടക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. എന്താ വെച്ചാൽ എന്നും വേദന അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളൊന്ന് സമാധാനത്തിൽ എടുക്കാനോ ഇതാക്കാനോ പോലും പറ്റാത്തൊരു ഇതല്ല അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴുള്ളത്. പിന്നെ മെയിനായിട്ട് അവരെ ഓക്കെ ആവട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ 21 ദിവസമാണ് നമ്മൾ NICUയിൽ കിടന്നത്. പിന്നെ ആ ഒരു ടൈം ആയപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മ ഓക്കെ ആണോ മക്കളെ, ഈ തൂക്കം 1.5 കിലോ ആയിട്ടുള്ള മക്കളെ കൊണ്ടുപോകാൻ. 1.5 കിലോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. 1.5 കിലോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 1.5 കിലോ ഈ തൂക്കമുള്ള 3 കുട്ടികളെ കൊണ്ടുപോകാൻ കുട്ടികളുടെ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ ബ്ലാങ്കാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ഈ മക്കളെ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്. കാരണം അവർക്ക് വേദനിക്കുമോ അങ്ങനെ ഒരു മൈൻഡായി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് അവിടെ കിടക്കുന്നതിനെക്കാട്ടി നല്ലത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുക. അവിടെ നമുക്കൊന്നിനും പറ്റണില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ മക്കളെ നേരെ വണ്ണം എടുക്കാനോ നോക്കാനോ ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, മക്കളെ തന്നെ പാല് കുടിക്കണം, വലിച്ച് കുടിക്കാനുള്ളൊരു ഇതാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ അവരതിനായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ചെയ്യിപ്പിച്ച് അങ്ങനെ അവിടുത്തെ സിസ്റ്റർമാർക്ക് കാണിച്ച് കൊടുത്ത ശേഷമാണ് നമുക്ക് ഡിസ്ചാർജ് തന്നത്. അപ്പോഴേക്കും പിന്നെ അവരുടെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോർമലായി. 21 ദിവസം അത് ഞാൻ പറഞ്ഞില്ലേ, ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് എന്താ പറയുക, മക്കളാണെങ്കിലും ഒരുപാട് അനുഭവിച്ചു എന്നുള്ളതാണ്. ഈ ചെറിയ ഇതിൽ തന്നെ അവർ കുറേ അനുഭവിച്ചു. എന്നാലും നമുക്ക് ദൈവം സഹായിച്ചിട്ട് വേറെ ഒരു കുഴപ്പം ഉണ്ടായില്ല. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ വയറ്റിൽ കിടന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തും. അപ്പം അതിനും നമ്മളെ ദൈവം സഹായിച്ചു എന്നുള്ളതാട്ടോ. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത് നമുക്ക് പൈസ തന്ന് സഹായിക്കാനുള്ള ആൾക്കാരെക്കാട്ടിലും കൂടുതൽ നമുക്ക് വേണ്ടത് ആൾ സഹായമായിരുന്നു. അത് നല്ലപോലെ ഈ ഫാമിലിയിൽ നിന്നുള്ളത് കിട്ടിയെന്നാണ് പറയാനായിട്ട്. കാരണം നമുക്ക് വിശ്വസിച്ചിട്ട് മക്കളെടുത്ത് നിൽക്കാനുള്ള ആൾക്കാർ വേണമായിരുന്നു. അവർ 3 പേരുണ്ടെങ്കിൽ 3 ആളുടെ അടുത്തും നിൽക്കാൻ ഓരോരുത്തർ വേണം. അതുപോലെ എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ. അപ്പം പിന്നെ നമുക്കവിടെ വേണ്ടത് ആൾ സഹായമായിരുന്നു. അതും ഇതുപോലെ നമ്മളെ ഫാമിലിയിൽ നിന്ന് നല്ലപോലെ കിട്ടി. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമില്ല മക്കളെ നോക്കുക എന്ന് പറഞ്ഞാൽ. അതിപ്പോഴും അപ്പോഴും നല്ലപോലെ കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോണതും. കാരണം അവരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു അവസ്ഥയല്ല, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അത് പറയാണ്ടിരിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് 1.5 കിലോ വെയിറ്റ് ആയപ്പോഴാണ് മൂന്നാളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഫുൾ ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം. പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യമല്ലല്ലോ വീട്ടിൽ വന്നത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വീട്ടിൽ കൊടുക്കുന്നത്. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ളവരെ കയറ്റരുത്, 2.5 കിലോ വെയിറ്റ് ആവണ വരെ പുറത്തുള്ളവരെ കയറ്റരുത്, അതുപോലെ കുളിപ്പിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തു. നമ്മൾ പുറത്തുള്ള ആൾക്കാരൊന്നും അധികം കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവണ്ട എന്നുള്ളത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. വെയിറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് പുറത്തുള്ളവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മക്കൾക്ക് വരും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം അവരുടെ വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകാൻ നോക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നോക്കി അവസാനം ഒരു 2.5 കിലോ ആയി. അപ്പോൾ നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പോയിട്ട് അവരുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ ആയി. പിന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, പതുക്കെ കുളിപ്പിച്ച് തുടങ്ങുക, എല്ലാ കാര്യങ്ങളും പതുക്കെ, ഒരു ദിവസം കുളിപ്പിക്കുക, പിന്നെ അടുത്ത ആഴ്ച കുളിപ്പിക്കുക, അങ്ങനെ അവരെല്ലാതുമായിട്ട് പൊരുത്തപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഓക്കെ ആയി, വെയിറ്റ് കൂടാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് 1 വയസ്സായി. അതിൻ്റെ ഇടയിൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കേണ്ടത് റിസ്ക് തന്നെയാണ്. 3 ആളായതുകൊണ്ട് നമുക്ക് ആൾ വേണം നോക്കാനായിട്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അവർ വലുതാവുകയാണ്. അവർ വലുതായി അവരെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുത്താൽ അവർ വരില്ല, ഞാൻ വിളിച്ചാൽ അവർ വരില്ല. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രായം നമുക്ക് നല്ലപോലെ മിസ് ചെയ്യും. ഇപ്പം തന്നെ അവർ ആ ഒരു കിടന്ന് കളിച്ചൊരു പ്രായം നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഇപ്പം അവർ ഓടിക്കളിക്കുകയാണ്, അതായത് മുട്ടുകുത്തി ഓടുകയാണ്, നമ്മൾ പിടിച്ചാൽ നിൽക്കണില്ല. അതുപോലെ ഒരാൾ നടക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ചെറിയ കുട്ടി, 3ാമത്തെ കുട്ടി, അവൻ വെയിറ്റ് ഇപ്പോഴും കുറവാണ്, അതായത് മറ്റവരത്ര ആയിട്ടില്ല. അപ്പോൾ അവൻ മുട്ടുകുത്താത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്താ അവൻ ചെയ്യാത്തതെന്നുള്ളൊരു ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കാണിച്ചാലോ, അതെന്താ അങ്ങനെ എന്നുള്ള ടെൻഷൻ. പക്ഷെ അവനിപ്പോൾ ഓക്കെ ആയി. അവൻ 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മുട്ടുകുത്താൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ മുട്ടുകുത്താൻ തുടങ്ങിയപ്പോൾ എപ്പോഴും നിൽക്കണില്ല. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആളിൻ്റെ ഒരു സഹായം വേണം. അതായത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഞാനും അമ്മയാണ് പകലുള്ളത്, രാത്രിയാണ് ബാക്കിയുള്ളവർ വരുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും അതുമായിട്ട് ഇങ്ങനെ ഇപ്പോൾ അഡ്ജസ്റ്റ് ആയി. സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും കൂടി ആകുമ്പോൾ അത് ഭയങ്കര ക്രാഷായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. ഞങ്ങൾ 2 പേരും അവരുടെ കാര്യം ഒരുപോലെ, വീട്ടിലത്തെ കാര്യം കൊണ്ടുപോകാനുള്ളത് ഞങ്ങളും ഓക്കെ ആയി. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മക്കൾക്കായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമുക്ക് ഈ പനി, ജലദോഷം അങ്ങനത്തെ അസുഖങ്ങൾ, അത് പിന്നെ എല്ലാ മക്കൾക്കും ഉള്ളതാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ 3ആൾക്കും വന്നിട്ടേ അത് പോവും. നമ്മൾ എത്ര കൊണ്ടുപോയി നോക്കിയാലും, ഒരാൾക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയി നോക്കിയാലും അത് 3ആൾക്കും വന്നിട്ടേ അത് പോവുള്ളൂ. അതങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല റിസ്ക്കാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ നടക്കാനും മുട്ടുകുത്താനൊക്കെ തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഒരാളെപ്പോഴും അവരുടെ കൂടെ വേണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഫുൾ ടൈം അവരെ കൂടെ നോക്കി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരാളെപ്പോഴും കൂടെ വേണം. എന്തായാലും നമ്മൾ ഓക്കെയാണ്. നമ്മൾ ഇങ്ങനെ ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടും അതുപോലെ തന്നെ പോട്ടെ. അപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ടെൻഷൻ വന്നാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും എത്തിയില്ലേ, ഇത്രയും 1 വയസ്സായി, ഈ ICU ലൈഫും അവരുടെ എല്ലാ കാര്യങ്ങളും, ഞാൻ എൻ്റെ ലൈഫിൽ കടന്നുപോയ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ കടന്നു വന്നെങ്കിൽ ഇനിയിപ്പോൾ ഇത് കടന്നു പോയാൽ ചില സമയത്ത് എന്നെ വട്ടുപിടിപ്പിക്കും. ഇന്നേന്നല്ല, എല്ലാവരും വട്ടുപിടിപ്പിക്കും. പക്ഷെ അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റായി ഇങ്ങനെ പോകുന്നുണ്ട്. അവർ വലുതാവട്ടെ, അവർക്ക് വേറെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, അവരെ കണ്ട ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഡെലിവറി വരെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. ആ ഒരു ടൈമിലേക്ക് എത്താൻ നമുക്ക് എത്ര റിസ്ക് ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടോ മക്കളെ കണ്ട ശേഷമുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, എല്ലാമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഡെലിവറിക്ക് എത്താൻ നമ്മൾ കുറേ റിസ്ക് എടുത്ത കാര്യങ്ങൾ, അതൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല. പിന്നെ ഇതൊന്നും എന്താ പറയുക ഇഷ്ടമാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി എന്നല്ല, ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്നെയും കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്ക് തന്നെ സംശയമുള്ള കാര്യമായിരുന്നു. കാരണം അത് ഫസ്റ്റ് അറിഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും പറയുന്നുണ്ടാവും, നീ ഇങ്ങനെ എനിക്ക് സാധിച്ച്, എന്നെയും കൊണ്ട് എങ്ങനെ പറ്റി, അങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങൾ. നമ്മൾ ഭയങ്കര പ്രൗഡാണ് മക്കളുടെ കാര്യത്തിൽ. അപ്പോൾ 3 ആളും ഹാപ്പി ആയിരിക്കട്ടെ, അവരെപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കട്ടെ.
അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.